ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 ദ 7 ഏജസ് ഓഫ് മെൻ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ പോയമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. ദ 7 ഏജസ് ഓഫ് മെൻ. All the words is stage, and all the men and women merely players. They have their exits and their entrances, and one man in this time plays many parts, his acts being 7 ages. At first the infant, mewing and punging in the nurse's arms, and then the whining schoolboy with his satchel and shining morning face, creeping like snail unwillingly to school, and then the lover, sighing like Fernand's with a woeful ballad made to his mistress' eyebrow. Then a soldier, full of strange oaths, and bearded like the part, jealous in honor, sudden and quick in the quarrel, seeking the bubble reputation, even in the cannon's mouth. And then justice, in fair round belly with good capron lined, with eyes severe and beard of formal cut, full of wise saws and modern instances, and so he plays his part. The sixth age shifts into the lean and slippered pantaloon, with spectacles on nose and pouch on side. His youthful house, well saved, a world too wide, for his shrunk shank and his big manly voice, turning again towards childish treble pipes and whistles in his sound. Last scene of all, that ends his strange eventful history, is second childishness and mere oblivion. Sans teeth, sans eyes, sans taste, sans everything. അപ്പോൾ വായിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരഗ്രാഫ് വൈസ് നമുക്ക് ഇതിൻ്റെ മീനിങ് നോക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. All the words is stage. ഇവിടെ ഷേക്സ്പിയർ എന്താണ് മുഴുവൻ ലോകത്തെയും ഒരു സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ആൾ ദ വേർഡ്സ് എ സ്റ്റേജ് എന്നാണ്, മുഴുവൻ ലോകവും ഒരു സ്റ്റേജ് ആണ്. ആൻഡ് ആൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ്, എന്താണ് ലോകത്തുള്ള എല്ലാ മെൻ ആൻഡ് വുമൺ ആണ്, പുരുഷന്മാരും സ്ത്രീകളും എന്താണ് മിയർലി പ്ലേയേഴ്സ്, വെറും എന്താണ് അഭിനേതാക്കളാണ്. ഇവിടെ പ്ലേയേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ടർ എന്നാണ്. ഓക്കെ, എന്താണ് ഈ ലോകമാകുന്ന സ്റ്റേജിൽ അഭിനയിക്കുന്ന വെറും അഭിനേതാക്കളാണ് ഇവിടെയുള്ള മനുഷ്യർ. ഓക്കെ, ഈ ആദ്യത്തെ ലൈൻ ആൾ ദ വേർഡ്സ് എ സ്റ്റേജ്, എന്താണ് ഈ ലോകത്തെ മുഴുവൻ ഒരു സ്റ്റേജുമായിട്ടാണ് ഉപമിക്കുന്നത്. ഇവിടെ ആസോ ലൈക്കോ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇതെന്താണ് മെറ്റഫറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഒരു പോയറ്റിക് ഡിവൈസ് ആണ് മെറ്റഫർ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് ലൈൻ. They have their exits and their entrances, എന്താണ് ഈ എല്ലാ പ്ലേയേഴ്സിനും അവരുടെ എക്സിറ്റും എൻട്രൻസും ഉണ്ട്. എന്താണ് ഈ സ്റ്റോറിയിലേക്ക് അവർക്കൊരു തുടക്കവും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇറങ്ങി പോകാനുമുള്ള വാതിലുകളുണ്ട്, സ്റ്റോറിയിലേക്ക് വരാനും പോകാനുമുള്ള എൻട്രൻസുകളുണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ലൈഫ് ടൈം പ്ലേസ് മെനി പാർട്സ്, എന്താണ് ഒരാൾ അയാളുടെ ലൈഫ് ടൈമിൽ എന്താണ് ഒരുപാട് പാർട്സ്, ഒരുപാട് രംഗങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ഒരുപാട് റോൾസ് അഭിനയിക്കുന്നുണ്ട്. ഹിസ് ആക്ട്സ് ബീങ് 7 ages, എന്താണ് ഓരോ വ്യക്തിയുടെയും അഭിനയം എന്താണ് 7 ages ആണ്, 7 കാലഘട്ടമാണ്. അത് ഏതൊക്കെയാണ് 7 കാലഘട്ടം എന്നാണ് ഇനി ബാക്കി സ്റ്റാൻസയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ലോകം എന്താണ് ഈ ലോകം മുഴുവൻ ഒരു സ്റ്റേജാണ്, ഈ ലോകത്തിലുള്ള എല്ലാവരും എന്താണ് ആ സ്റ്റേജിൽ അഭിനയിക്കുന്ന വെറും അഭിനേതാക്കൾ മാത്രമാണ്. പിന്നെ എല്ലാവർക്കും എന്താണ് ആ സ്റ്റേജിലേക്ക് എക്സിറ്റ്സും പിന്നെ അതുപോലെ തന്നെ എൻട്രൻസും ഉണ്ട്. പിന്നെന്താ എല്ലാവരും ഒരുപാട് വേഷം, ഓരോരുത്തരും എന്താണ് ആ സ്റ്റേജിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, ഒറ്റൊരു റോള് മാത്രമല്ല ഓരോരുത്തർക്കും ഉള്ളത്. ആ എല്ലാവരും ചെയ്യുന്ന വേഷങ്ങളോ 7 ages ആണ്, 7 ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ,
അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. അറ്റ് ഫേസ്റ്റ് ദ ഇൻഫാൻറ്റ്. നമ്മുടെ ആദ്യത്തെ റോൾ എന്താണ്? അറ്റ് ഫേസ്റ്റ് ദ ഇൻഫാൻറ്റ്, ആദ്യം തന്നെ ഒരു കൈക്കുഞ്ഞ്. ഓക്കെ. മ്യൂവിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആം. എന്താണ്? നേഴ്സിൻ്റെ കയ്യിൽ കരയുകയും, പ്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യുന്ന ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ റോളാണ് നമുക്ക് ആദ്യം ഉള്ളത്. ഒരു നേഴ്സിൻ്റെ കയ്യിൽ കരയുകയും പിന്നെ വൊമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻഫാൻറ്റ്, അതാണ് നമ്മുടെ ഫസ്റ്റ് റോൾ. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സേച്ചൽ. എന്താണ്? വൈനിങ് എന്ന് പറഞ്ഞാൽ പരാതി പറയുന്ന, കംപ്ലയിൻറ്റ് ചെയ്യുന്ന, എന്താണ്? പരാതി പറയുന്ന സ്കൂൾ കുട്ടി. വിത്ത് ഹിസ് സേച്ചൽ. സേച്ചൽ എന്ന് പറഞ്ഞാൽ ബാഗ്. എന്താണ്? അവൻ്റെ ബാഗുമായിട്ട് പരാതി പറയുന്ന ഒരു സ്കൂൾ ബോയ്. ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. എന്താണ്? പ്രഭാതത്തിൽ തിളങ്ങുന്ന, എന്താണ്? സൂര്യനെ പോലുള്ള മുഖം. പ്രഭാതത്തിൽ സൂര്യൻ തിളങ്ങുന്നത് പോലെയുള്ള മുഖവും വെച്ച് എന്താണ്? ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. എന്താണ്? ഒരു ഒച്ചിനെ പോലെ ഇഴയുകയാണ്. എങ്ങോട്ട്? അൺവില്ലിംഗ്ലി ടു സ്കൂൾ. എന്താണ്? താല്പര്യമില്ലാതെ സ്കൂളിലേക്കാണ് ഒരു ഒച്ചിനെ പോലെ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. ആൻഡ് ദെൻ ദ ലവർ. പിന്നീട് എന്താണ് നമുക്കുള്ളൊരു റോള്, ഒരു മനുഷ്യർക്കുള്ള റോൾ? ലവർ. സൈങ് ലൈക്ക് ഫർണേസ്. എന്താണ്? ഒരു ഫർണേസിനെ പോലെ നെടുവീർപ്പിടുന്ന ഒരു ലവർ. ഫർണേസ് എന്ന് പറഞ്ഞാൽ തീച്ചൂളയാണ്. അപ്പോൾ ഒരു തീച്ചൂളയെ പോലെ നെടുവീർപ്പിടുന്ന ഒരു കാമുകൻ. സൈൻ ലൈക്ക് ഫർണേസ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? അയാളുടെ ഒരു തീവ്ര വികാരത്തെ അല്ലെങ്കിൽ ആ ഒരു വിരഹവേദനയാണ് അതിലൂടെ പറയുന്നത്. ഓക്കെ. വിത്ത് എ വോഫുൾ ബല്ലാഡ് മേഡ് ഹിസ് മിസ്ട്രസ് ഐബ്രോ. എന്താണ്? വിത്ത് എ വോഫുൾ ബല്ലാഡ്. ബല്ലാഡ് എന്ന് പറഞ്ഞാൽ ഒരു നരേറ്റീവ് പോയം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പോയം എന്നാണ് അർത്ഥം. വോഫുൾ എന്ന് പറഞ്ഞാൽ വേദനയേറിയ. ഓക്കെ. അപ്പോൾ വിത്ത് എ വോഫുൾ ബല്ലാഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. എന്താണ്? ഒരു വോഫുൾ, ഒരു വേദനയേറിയ, എന്താണ്? റൊമാൻറ്റിക്, എന്താണ്? ഗാനമാണ് പാടുന്നത്. മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ്. എന്താണ്? മിസ്ട്രസിനെ കുറിച്ച്, മിസ്ട്രസിൻ്റെ ഐബ്രോയെ കുറിച്ച്. അതായത് ഐബ്രോ എന്നതുകൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ബ്യൂട്ടിയാണ്. അപ്പം തൻ്റെ പ്രിയതമയുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഇവിടെ ലവർ പാടുന്നത്. ഓക്കെ. ഇവിടെ എന്താ? സൈങ് ലൈക്ക് ഫർണേസ്. സൈങ് ലൈക്ക് ഫർണേസ് എന്നത് സിമിലിയുടെ ഒരു എക്സാമ്പിളാണ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് സിമിലി എന്ന് പറയുക. ഓക്കെ. അപ്പോൾ നമുക്കിനി നാലാമത്തെ സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. ഇത് നമ്മുടെ ലൈഫിൻ്റെ നാലാമത്തെ സ്റ്റേജിനെ കുറിച്ച്, നാലാമത്തെ ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ എ സോൾജിയർ. എന്താണ്? പിന്നീട് ഒരു സോൾജിയർ. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്. എന്താണ്? മുഴുവൻ ഒരു സ്ട്രേഞ്ച് ഓട്സ് ആണ്. മുഴുവൻ എന്താണ്? ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രതിജ്ഞയാണ്. എന്താണ്? അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ പ്രതിജ്ഞ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാഡ്. പാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെപ്പാഡാണ്, പുള്ളിപ്പുലി. ബിയർഡഡ് ലൈക്ക് പാഡ്. എന്താണ്? പുള്ളിപ്പുലിയെ പോലെ താടി ഉള്ള ആൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുള്ളിപ്പുലിയെ പോലെ ആ ധൈര്യവും ശൗര്യവും എല്ലാം ഉള്ള ഒരു സ്റ്റേജിലാണ്. അത്തരത്തിലുള്ള ഒരു ധൈര്യവും ശൗര്യവും എല്ലാം ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഇത് എന്നാണ് പറയുന്നത്. ജീലസ് ഇൻ ഹോണർ. എന്താണ്? ഹോണറിൽ വളരെ ജീലസ് ആണ്, വളരെ അസൂയാലുവാണ്. എന്താണ്? തന്നെക്കാളും മറ്റൊരാൾക്ക് ബഹുമതി കിട്ടുമ്പോൾ അതിൽ അസൂയ തോന്നുകയും എപ്പോഴും താൻ മുകളിലാകണം എന്നൊരു ചിന്ത ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. സഡൻ ആൻഡ് ക്യുക്ക് ഇൻ കൊറൽ. എന്താണ്? വളരെ സഡൻ ആൻഡ് ക്യുക്ക് ഇൻ കൊറൽ. എന്താണ്? കൊറൽ വാക്തർക്കം ഉണ്ടാക്കാനും എല്ലാം എന്താണ്? വളരെ സഡൻ ആൻഡ് ക്യുക്കാണ്, വളരെ പെട്ടെന്ന് എന്നാണ് നമ്മൾ ഓരോ പ്രശ്നത്തിലേക്കും പോയി ചാടും. പല പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും, പെട്ടെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ. എന്താണ്? ബബിളാകുന്ന റെപ്യൂട്ടേഷന് വേണ്ടി അന്വേഷിക്കും. ബബിളാകുന്ന റെപ്യൂട്ടേഷൻ അന്വേഷിച്ച് നടക്കും. കുമ്പളയാകുന്ന റെപ്യൂട്ടേഷനും തേടി നടക്കുന്നു. ഈവൺ ഇൻ കാനൻസ് മൗത്ത്. എന്താണ്? കാനൻ്റെ മൗത്തിൽ വരെ, എന്താണ്? ബീരങ്കിയുടെ വായിൽ വരെ ബബിളാവുന്ന റെപ്യൂട്ടേഷൻ നമ്മൾ അന്വേഷിച്ച് പോകും. അപ്പം നാലാമത്തെ സ്റ്റാൻസയിൽ ഇത്രയുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അഞ്ചാമത്തെ സ്റ്റാൻസ നോക്കാം. ആൻഡ് ദെൻ ദ ജസ്റ്റിസ്. പിന്നെ എന്താണ്? അടുത്തതായിട്ട് ജസ്റ്റിസ്, ന്യായമാണ്.
ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് എ ഗുഡ് കാപ്ലോൺ ലൈൻഡ്. എന്താണ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കാപ്ലോൺ ലൈൻഡ്? എന്താണ് വളരെ നല്ല ഉരുണ്ട എന്താണ് വയറ് വിത്ത് കാപ്പൺ ലൈൻഡ്. കാപ്പൺ എന്ന് വെച്ചാൽ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന പൂവൻ കോഴി. കാപ്പൻ ലൈൻഡ് എന്ന് പറഞ്ഞാൽ അത്തരം കോഴി ഇറച്ചി കഴിച്ച് നിറഞ്ഞു നിൽക്കുന്ന വയറിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇൻഫെയർ റൗണ്ട് ബെല്ലി വിത്ത് കാപ്പൻ ലൈൻഡ്, കോഴി ഇറച്ചി എല്ലാം കഴിച്ച് നല്ല റൗണ്ടായിങ്ങാണ്ട് നിറഞ്ഞു നിൽക്കുന്ന വയറ്. വിത്ത് ഐസ് സിവിയർ, എന്താണ് സിവിയർ ആയിട്ടുള്ള കണ്ണുകളാണ്, വളരെ തീക്ഷ്ണമായിട്ടുള്ള കണ്ണുകളാണ്. ആൻഡ് ബിയേർഡ് ഓഫ് ഫോമൽ കട്ട്, എന്താണ് ഒരു ഫോമൽ കട്ട് ചെയ്തിട്ടുള്ള ബിയേർഡ്, നന്നായി എന്താണ് വെട്ടി ഒതുക്കിയിട്ടുള്ള താടി. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, എന്താണ് വൈസായിട്ടുള്ള സംസാരമാണ്. സോസ് എന്നുള്ളതിന് സംസാരം, ചൊല്ല് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ആൻഡ് വിത്ത് മോഡേൺ ഇൻസ്റ്റൻസസ്, എന്താണ് മോഡേൺ ഇൻസ്റ്റൻസസും കൂടി ചേർത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വൈസായിട്ടുള്ള സംസാരം. ആൻഡ് സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്, എന്താണ് അങ്ങനെ അയാളുടെ പാർട്ട്, അയാളുടെ റോള് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി 6ാമത്തെ സ്റ്റാൻസ് നോക്കാം. ദ സിക്സ്ത് ഏജ് ഷിഫ്റ്റ്സ്, 6ാമത്തെ കാലം ഫേസ് മാറുന്നു. ഇൻ ടു ദ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ, എന്താണ് ലീൻ, എന്താണ് മെലിഞ്ഞ, സ്ലിപ്പേർഡ് എന്താണ് സ്ലിപ്പേഴ്സ് ധരിച്ചിട്ടുള്ള, അതായത് ചെരുപ്പുകൾ ധരിച്ചിട്ടുള്ള പാൻറ്റലൂൺ. പാൻറ്റലൂൺ എന്ന് പറഞ്ഞാൽ പ്രായമായ കോമാളി എന്നാണ് അർത്ഥം. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്, എന്താണ് മൂക്കിന് മുകളിൽ സ്പെക്ടക്കിൾസ് കണ്ണാടിയും ആൻഡ് പൗച്ചസ് ഓൺ സൈഡ്, എന്താണ് സ്വന്തം അരികിൽ തന്നെ പൗച്ച്, എന്താണ് തൻ്റെ സമ്പാദ്യം മുഴുവൻ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആൻഡ് പൗച്ചസ് ഓൺ സൈഡ്. ഹിസ് യൂത്ത്ഫുൾ ഹോസ്, ഹോസ് എന്ന് പറഞ്ഞാൽ പാൻറ്. ഓക്കെ, യൂത്ത്ഫുൾ ഹോസ് എന്ന് പറഞ്ഞാൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാൻസ്. വെൽ സേവ്ഡ്, എന്താണ് നല്ലതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിസ് യൂത്ത്ഫുൾ പാൻസ്, അദ്ദേഹം യൂത്ത് ആയിരുന്നപ്പോഴേ ഉപയോഗിച്ചിരുന്ന പാൻസ് ഇപ്പോഴും വെൽ സേവ്ഡ്, നല്ലതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എ വേൾഡ് ടു വൈഡ്, എന്താ വളരെ വിശാലമായിട്ടുള്ള ലോകമാണ്. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്സ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിപ്പോയ കണങ്കാലുകൾക്ക് ഈ ലോകം എത്രയോ വലുതാണ്. എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്സ്, അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിപ്പോയ കാലുകൾക്ക് ഈ ലോകം എത്രയോ വലുതാണ്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, പിന്നെ എന്താ അദ്ദേഹത്തിൻ്റെ വലിയ രൂക്ഷമേറിയ പൗരുഷമേറിയ ശബ്ദം. ടേണിങ് എഗെയിൻ ടുവാർഡ്സ് ചൈൽഡിഷ് ട്രബിൾ, എന്താണ് വീണ്ടും ഒരു കുട്ടിത്തം നിറഞ്ഞ ശബ്ദം പോലെ മാറുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പൗരുഷം നിറഞ്ഞ ശബ്ദം മാറി ഒരു കുട്ടിത്തമുള്ള സ്വരത്തിലേക്ക് മാറുകയാണ്. പൈപ്സ് ആൻഡ് വിസിൽസ് ഹിസ് സൗണ്ട്, എന്താണ് ഒരു ചൂളം വിളിക്കുന്ന, എന്താണ് ഒരു പൈപ്പ് വിളിക്കുന്ന, ഒരു ചൂളം വിളിക്കുന്ന, ഒരു ഓടക്കുഴൽ ഊതുന്ന ഒരു ചൂളം വിളിക്കുന്ന ആ ഒരു തരത്തിലുള്ള സൗണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ പൗരുഷമേറിയ സൗണ്ട് എന്താണ് കുറച്ചും കൂടി ഒരു കുട്ടിത്തമുള്ള സൗണ്ടായി മാറുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ 6ാമത്തെ ഫേസും കടന്നുപോയി. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഫേസ് നോക്കാം. ലാസ്റ്റ് സീൻ ഓഫ് ആൾ, എന്താണ് എല്ലാത്തിൻ്റെയും അവസാനത്തെ സീൻ, 7th സീൻ. ഓക്കെ, ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. അതെന്താണ് ഈ സ്ട്രേഞ്ച് വ്യത്യസ്തമായിട്ടുള്ള ഇവൻറ്റ്ഫുൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഹിസ്റ്ററി, ഈ ചരിത്രത്തിന് എന്താണ് ഒരു അന്ത്യം കുറിക്കാൻ പോവുകയാണ്. എന്താണ് മനുഷ്യ ജീവിതത്തിനെയാണ് ഇവിടെ ഈ ഒരു സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി എന്നുകൊണ്ട് പറയുന്നത്. ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ, എന്നാണ് 2ാമത്തെ കുട്ടിക്കാലം. എന്താണ് ഇപ്പോൾ പറഞ്ഞല്ലോ സൗണ്ടെല്ലാം മാറി ഒരു കുട്ടികളുടെ ചൈൽഡിഷായി എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ 2ാമത്തെ കുട്ടിക്കാലം കഴിയുകയാണ്. മിയർ ഒബ്ലിവിയൻ, എന്താണ് വെറും മറവി മാത്രം. ഒബ്ലിവിയൻ എന്ന് പറഞ്ഞാൽ മറവി. സാൻസ് ടീത്ത്, സാൻസ് എന്ന് വെച്ചാൽ വിത്തൗട്ട് എന്നാണ് അർത്ഥം. സാൻസ് ടീത്ത്, വിത്തൗട്ട് ടീത്ത്, എന്താണ് പല്ലില്ലാതെ. സാൻസ് ഐസ്, വിത്തൗട്ട് ഐസ്, അതായത് എന്താണ് കാഴ്ചയില്ലാതെ. സാൻസ് ടേസ്റ്റ്, എന്താണ് ടേസ്റ്റ് ഇല്ലാതെ. സാൻസ് എവരിത്തിങ്, ഒന്നുമില്ലാതെ. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കവിതയുടെ മുഴുവൻ ആശയം ഒന്ന് ചുരുക്കത്തിൽ പറയാം. ഓക്കെ, എന്താണ് ദ 7 ഏജസ് ഓഫ് മാൻ എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ഈ ലോകം മുഴുവൻ ഒരു സ്റ്റേജാണ്.
നമ്മളെല്ലാവരും എന്താണ് അവിടുത്തെ അഭിനേതാക്കളാണ്. ഓരോരുത്തർക്കും എന്താണ് 7 റോളുകളാണുള്ളത്. ആദ്യത്തേത് ഇൻഫാൻറ്റ്, ഒരു ശിശുവിൻ്റെ റോള്. പിന്നീട് ഒരു സ്കൂൾ ബോയ്. പിന്നീട് ഒരു ലവർ, ഒരു കാമുകൻ്റെ റോള്. പിന്നീടോ ഒരു സോൾജിയർ. പിന്നീട് ഒരു ജസ്റ്റിസ്, ഒരു ന്യായാധിപൻ്റെ റോളാണ്. പിന്നീടോ ഒരു പാൻറ്റലൂൺ, ഒരു വൃദ്ധനായിട്ടുള്ള കോമാളിയുടെ റോൾ. പിന്നീട് അവസാനത്തതോ യൂസ് എ സെക്കൻഡ് ചൈൽഡിഷ്നെസ്, എന്നാണ് രണ്ടാമത്തെ കുട്ടിക്കാലം, അല്ലെങ്കിൽ എക്സ്ട്രീം ഓൾഡ് ഏജ്, എന്നാണ് വളരെ പ്രായമാകുന്ന അവസ്ഥ. ഇത്തരം 7 അവസ്ഥയിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നു പോകുന്നത് എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആക്ടിവിറ്റി ക്ലാസ്സുമായിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.